കഴിച്ചാൽ ക്യാൻസർ വരും, ഇത് കഴിച്ചാൽ ക്യാൻസർ വരും. ഈ വീഡിയോ എന്നാൽ ഇതിനെക്കുറിച്ചിട്ടൊന്നുമല്ല. ഞാനിന്ന് പറയാൻ പോകുന്നത് എന്തൊക്കെ ചെയ്താലും എന്തൊക്കെ കഴിച്ചാലും എന്തൊക്കെ ശ്രദ്ധിച്ചാലും അറ്റ്ലീസ്റ്റ് 15 to 20% ആൾക്കാർ എൻ്റെ ഒ പിയിൽ വന്നിട്ട് എന്തുകൊണ്ട് എനിക്ക് ക്യാൻസർ വന്നു എന്നുള്ള ചോദ്യത്തിന് എനിക്ക് ഉത്തരം ഉണ്ടാവില്ല. എന്നാലും ഐ ക്യാൻ ഗിവ് യു സം ഗൈഡ് ലൈൻസ് ദാറ്റ് വി ക്യാൻ ലിവ് ബൈ ടു മേക്ക് ഷുവർ നമ്മൾക്ക് സേഫ് ആണ് എന്ന് അറിയുന്ന കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞുതരാം. Number 1 is processed food. It's famous, we know it, but we still do it because it's easier, alle. But processed food is also considered as a probable carcinogenic and stay away from it. Number 2 is sugars. Now, sugars എന്ന് പറയുമ്പോൾ I'm not meaning sugar cut. ഞാൻ പറയുന്നത് excessive sugars avoid ചെയ്യുക. ഇത് തന്നെ പെടുന്നതാണ് refined ആയിട്ടുള്ള carbohydrates and white type of foods like rice, maida, all these things. ഇത് avoid ചെയ്യണം എന്നല്ല പറയുന്നത്, limit it. And ഇതിന്റെ ഉദ്ദേശം is insulin resistance അല്ലെങ്കിൽ massive weight gain വരുന്ന ആൾക്കാരാണ്. It is better to stay away from that type of lifestyle. Number 3 is oil. I know marketlum, Instagramlum, YouTubelum you are aware of oil നല്ലതാണ്, ഈ oil നല്ലതാണ്. ഞാൻ പറയുന്നത് oil cycle ചെയ്യുക. There is no such thing as a bad oil. എല്ലാ ഓയിലിനും അതിൻ്റെതായ ഗുണങ്ങളും ദൂഷ്യങ്ങളും ഉണ്ട്. But try to stay away from hydrogenated oils like dalda and processed അല്ലെങ്കിൽ refined ആയിട്ടുള്ള oils. That is very bad for your health because the nutrition is completely stripped from it. Number 4 is saturated fats. ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ പണ്ട് ഗീ വാസ് ബാഡ്, ഇപ്പോൾ ഗീ ഈസ് ഗുഡ് എന്നാണ് പറയുന്നത്. ഞാൻ രണ്ടുമല്ല പറയുന്നത്. ടേക്ക് ഇൻ മോഡറേഷൻ. ഇറ്റ് ഹാസ് എ ഗുഡ് ഫാറ്റ്സ് ഇൻ ഇറ്റ് ആൻഡ് അതുപോലെ തന്നെ ട്രൈ ടു ഇൻക്ലൂഡ് ഗുഡ് ഫാറ്റ്സ് ഫ്രം നട്ട്സ് ആൻഡ് അവക്കാഡോസ്. ദിസ് വിൽ ഓൾസോ ഹെൽപ്പ് യു ഇൻ ദ ലോങ് റൺ. Number 5 is eat a plant based diet. എത്ര കളർഫുൾ ആയിട്ട് നിങ്ങളുടെ പ്ലേറ്റ് ആക്കാൻ പറ്റുമോ, നോട്ട് വിത്ത് കളേർഡ് ഐറ്റംസ്, വെജിറ്റബിൾസ് വെച്ചിട്ട് അല്ലെങ്കിൽ ഫ്രൂട്ട്സ് വെച്ചിട്ട് നിങ്ങളുടെ പ്ലേറ്റ് കളർഫുൾ ആക്കുന്നോ അത്രയും ന്യൂട്രീഷൻ നിങ്ങളുടെ ഉള്ളിലേക്ക് പോകുന്നുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് ഓൾവേസ് ബെറ്റർ ടു സ്റ്റിക്ക് ടു എ പ്ലാന്റ് ബേസ്ഡ് ഡയറ്റ് or at least include it in your diet because that gives you wholesome nutrition. Number 6 is millets. It's relatively better compared to white rice, so try to include that more in your diet. So when I tell you എന്ത് ചെയ്യണം എന്ത് ചെയ്യണ്ട എന്നും കൂടി നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതിൽ ഞാൻ പറയാൻ പോകുന്ന ഫസ്റ്റ് കാര്യം എന്താണെന്ന് വെച്ചാൽ ഫുഡ് ഹീറ്റ് ചെയ്യുമ്പോൾ സ്ലോ കുക്കിംഗ് മാക്സിമം ട്രൈ ചെയ്യുക. സോ ഗ്യാസ് ബർണർ ഫുള്ളിൽ ഇട്ടിട്ട് നിങ്ങൾ ഫുഡ് കുക്ക് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് മോർ പ്രോൺ ടു ഇൻട്രൊഡ്യൂസ് കെമിക്കൽസ് ഇൻ ടു യുവർ ഡയറ്റ് ലൈക്ക് നൈട്രസിനമൈഡ് ആൻഡ് HSAs which is not good for you. ബാക്കിയെല്ലാം നിങ്ങൾക്ക് അറിയാവുന്നതാണ്. Try to avoid pesticides in your fruits and vegetables. Polluted ഏരിയയിൽ താമസിക്കാൻ ഇരിക്കാൻ ട്രൈ ചെയ്യുക. ഇനി അഥവാ അങ്ങനെയാണെങ്കിൽ try to use filters or masks to keep your respiratory system healthy. ഇനി ഇതിന്റെ കൂടെ തന്നെ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ no microwaves and air fryers do not cause cancer. അതേപോലെ തന്നെ ഗ്രീൻ ജ്യൂസും ഡീറ്റോക്സ് വാട്ടർ കുടിച്ചു കഴിഞ്ഞാൽ ക്യാൻസർ മാറുകയുമില്ല. Try to stick to scientifically proven things to improve your health. And despite all this, what you must remember is there are causes for cancer that we cannot tell you ഇതാണ് കാരണം അതാണ് കാരണം.